നിക്കമായ കൂടി പിടിക്കാൻ നിക്കമായ കുടിക്കാം. ഇത് മദ്യമല്ല, മരുന്നാണ്. അമ്മായി രാവിലെ എത്ര മണിക്ക്? ഒരു 4 മണി. 9 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു 4 മണിക്കെങ്കിൽ ഉണരണ്ടേ? ശരി, എന്നാൽ അമ്മായി ഇപ്പൊ എഴുന്നേറ്റിട്ട് എത്ര മണിക്ക് വരാം? അമ്മായിക്ക് ജീവിതത്തിൽ ഒരു വിശ്വം ഉണ്ടെന്ന് അറിയണ്ടേ? എന്ത് ചെയ്യാനാ കുട്ടി? നമ്മളൊരു ജോലി ഏറ്റെടുത്താ അത് ചെയ്യണ്ടേ? My husband, he was an army man. I have that discipline. ഓക്കെ, എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായി കൊണ്ട് അവനിങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയും? ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഒരിക്കൽ സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 ഉരുവ. അടിമപ്പണി എന്നെ ഈ ലോകത്ത് അവസാനിപ്പിച്ചു. പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അജമനം. ഒന്ന് ആലോചിക്കുമ്പോ കുട്ടി പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേർ കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതാണ് അമ്മായിക്ക് വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് പറയാനില്ല. അതാണ് അവനോ അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി ശമ്പളം ഞാൻ, ഇതിന് ഇരട്ടി സ്നേഹം ഞാൻ തന്നെ. കൂടുതൽ സംസാരിച്ച എന്റെ മോന്നൊക്കെ ഞാനുണ്ട്. അമ്മായി പല കഴിവുകളുടെ മോനെ, നീ എനിക്കൊരു പാറയും വാങ്ങിച്ചോണ്ട് ആളോടാ ബോംബെ വന്നിരിക്കുന്നത്. എന്തൊന്നും വാങ്ങിച്ചതാ അയ്യാ. ഈ പുറപ്പെടുന്ന ധൃതിയിൽ അതിൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു. അത് വാങ്ങിക്കാനല്ല, അതിനും വലിയൊരു കണക്ക് കളയാനാ വന്നിരിക്കുന്നത്. നീ ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലം അടിച്ചൊടിച്ച് ഉത്തരത്തി തൂക്കും. ആവശ്യമില്ലാത്ത കാര്യം ചെലവത്തോണ്ട് നിങ്ങൾ വായിക്കും. കൂടാരത്തിൽ ഒട്ടത്തിൽ സ്ഥലം കൊടുത്ത മാതിരി ആയതാ നിന്നേക്ക് താമസിപ്പിച്ചത്. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോകപരമായിട്ട് കഴിയാൻ വിചാരിച്ചു. അല്ല, നിന്നെ കൂടും കുറുക്കെടുത്ത് ഇതെല്ലാം കെട്ടപ്പറക്കെടുത്തോണ്ട് ഇവിടെ നിപ്പാകണം. ഇപ്പൊ വേണം. ഒന്നുകൂടി ആലോചിച്ച് അവസാന തീരുമാനമാണ്. നീ എന്റെ ചവട്ട വായിച്ച ഇറങ്ങുള്ളൂ. ഗുഡ് ബൈ. ആ ശ്രീകണ്ഠൻ നായരുടെ അല്ല, ശ്രീകണ്ഠൻ നായർ അല്ലയാ. ശ്രീകണ്ഠൻ നായർ അഡ്രസ് എന്തോന്ന്? നമ്പർ 19 4th Avenue, ടീനകമാ. അല്ല, പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന് പറയട്ടെ. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം. നമ്മൾ എന്തോന്ന് പ്രശ്നം? ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു, ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. നീയും ശ്രീകണ്ഠൻ നായരുമായിട്ട് വല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ? വേണ്ട. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ടെ. അതാണല്ലയാ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ. അതാണല്ലയാ സ്നേഹം. വേണ്ടല്ലയാ. അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരെ കുത്തും? ഞാനോ? അലയില് വേണമെങ്കിൽ എന്റെ ബന്ധത്ത് കുത്തിക്കും. പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ 1 2 കുത്ത് സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം അറിയിച്ചോ, എന്നെ പോലെ ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അതെ, കൊടലേ കൈ. അമ്മായി എവിടെ പോന്നു? എങ്ങോട്ടെങ്കിലും. എനിക്ക് വയ്യ, ഒട്ടും വയ്യ. അമ്മായി ഞങ്ങളുടെ പ്രശ്നം തീർന്നമ്മായി. അമ്മായി എങ്ങോട്ട് പോവില്ല. പിള്ളേരുടെ കുസിനെയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കഴിച്ചു. ഇനി അങ്ങോട്ട് വയ്യ.
ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുള്ള സ്നേഹം കൊണ്ടല്ലേ. അളിയാ ഒരു അമ്മയെ പോലെ അളിയാ അമ്മ സ്നേഹിക്കുന്നത്. ഇത്തരം ഒരു തലയിരുത്തി ഇവരുടെ അമ്മയെ തള്ളി താഴെട്ടാലും ഞാൻ പറയുമ്പോൾ സ്നേഹത്തിന്റെ പുറത്താണ്. അതെ അമ്മയെ ഒരു കാര്യം ആലോചിക്കണം. കുറച്ചു മുമ്പ് ഇവരെന്നെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇവരെ നാല് മാസം തലക്കല്ലേ എന്നിട്ട് പറഞ്ഞോ എന്താ സ്നേഹം, ആത്മാർത്ഥ സ്നേഹം. സ്നേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അമ്മ ഇത് സ്മോൾ അടിക്കാം. നമ്മൾ ചാനലിട്ട് വിളിക്കാം.